തുടക്കത്തിൽ കഥാനായികയായ ജീസുനെയാണ് കാണിക്കുന്നത്. അവൾ സ്കൂളിൽ പോകാനായി വൈകിയത് കൊണ്ട് വേഗം ബ്രഷൊക്കെ ചെയ്ത് ബാഗെടുത്ത് സ്കൂളിലേക്ക് ഓടി. ജീസു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സ്കൂൾ കഴിഞ്ഞ് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി അവൾ നന്നായി പഠിച്ചിരുന്നു. എന്നാൽ അവൾക്ക് വേണ്ടത്ര മാർക്ക് ലഭിച്ചില്ല. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് എന്നാണെന്ന് വെച്ചാൽ അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ കുടുംബത്തെ തിരിച്ചു കിട്ടി. അവരെ കാണാൻ നഗരത്തിലെത്തിയപ്പോഴാണ് അവൾ ഒരു കോടീശ്വരിയാണെന്നുള്ള സത്യം അറിഞ്ഞത്. വീട് കണ്ടപ്പോൾ അവൾക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ അകത്തേക്ക് കയറിയപ്പോൾ അത് വീടായിരുന്നില്ല, ഒരു വലിയ കൊട്ടാരമായിരുന്നു. അപ്പോൾ വീട്ടിലെ ബട്ട്ലർ അവളെ വിളിച്ച് അവൻ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ തുടങ്ങുന്നു. വീട്ടിനുള്ളിൽ ബഹളം വെക്കരുത്, ആരെങ്കിലും മോശമായി പെരുമാറരുത്, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെയും അംഗങ്ങളുണ്ട്, അവരുമായി യോജിച്ചു പോയാൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന്. അപ്പോൾ അവൾ സ്കൂളിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞ കാര്യം ഓർക്കുന്നു. അവരോട് ഇവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ താനാണ് ഏക മകൾ. ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലെ കുടുംബത്തിലേക്ക് മാറുകയാണ്. നല്ല വിദ്യാഭ്യാസം നേടണം, നല്ലൊരു കോളേജിൽ ചേരണമെന്നൊക്കെ. അങ്ങനെ ഇവൾ വീട്ടിലെത്തുമ്പോൾ ഒരു പെൺകുട്ടി വളരെയധികം ദേഷ്യം കാണിക്കുന്നു. അവളുടെ പേര് സോമി. ജീസുവിൻ്റെ അമ്മ സോമിയോട് അവളുടെ ദേഷ്യം കാണിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ യഥാർത്ഥ മകളായ ജീസുവിനെ കണ്ടതിൽ സോമിക്ക് അല്പം അസൂയ വന്നിരുന്നു. മകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ആരെങ്കിലും അവളെ പരിപാലിക്കുമോ എന്ന് ഓർത്തിട്ടാണ്. എന്നിരുന്നാലും എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇന്നും നിന്നെ സ്നേഹിക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരു അധിക അംഗം കൂടിയതേയൊന്നുള്ളൂ. അവൾ ഞങ്ങളുടെ മകളായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം അവൾ ഞങ്ങൾക്ക് നഷ്ടമായി. ജീസു ഇതെല്ലാം കാണുകയും അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്. എന്നാൽ അവർ സ്വന്തം അനിയത്തെക്കാട്ടും വളർത്തനിയത്തിയാണ് സ്നേഹം. ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സോ ഇവൾ അതത്ര വലിയ കാര്യമായിട്ടെടുക്കാതെ ബുക്ക് എടുത്ത് ചെയ്യേണ്ട ഹോംവർക്ക് എല്ലാം ചെയ്തു. അപ്പോൾ അവിടേക്ക് അവളുടെ ചേട്ടന്മാരും അച്ഛനും അമ്മയും വന്ന് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവൾ ആകെ ഷോക്കായി. ക്ഷമിക്കണം, ഇവിടെ ഇരുന്ന് പഠിക്കണോ വേണ്ടോ എന്നെനിക്കറിയില്ല. സോമി ഇപ്പോഴും അമ്മയുടെ എല്ലാ കുടുംബങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ കൊഞ്ചി പറയുമ്പോൾ ജീസു കരുതും ഇവൾ എന്തൊരു അഭിനയമാണ്. അവളുടെ അച്ഛന് ജീസു നാട്ടിൽ പുറത്ത് നിന്നുള്ള ആളായതുകൊണ്ട് ഒരു ആശങ്കയുണ്ട്. കുടുംബവുമായി അവൾ എങ്ങനെ പൊരുത്തപ്പെടുമെന്നോർത്ത്. അതുകൊണ്ട് മുറിയിൽ വെക്കേണ്ടതും വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ലാത്ത ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കൊടുക്കുമ്പോൾ ഇവളും ക്ഷമിക്കണം, ഞാൻ ഈ നിയമങ്ങൾ പാലിക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് തർക്കിച്ചു പറഞ്ഞു. കാരണം ജയിലിൽ കഴിയുന്നതിനേക്കാൾ വലിയ ജോലിയാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അവളെ അവർ തടഞ്ഞ് ആ പേപ്പർ അച്ഛനെടുത്ത് വായിക്കുന്നു. ബട്ട്ലർ ഒരു തെറ്റായ നിയമങ്ങളായിരിക്കും എഴുതി വച്ചിരിക്കുക. ഉടനെ ബട്ട്ലറെ വിളിച്ച് ദേഷ്യപ്പെടുകയും എന്തൊരു മോശ നിയമമാണ് നീ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ശേഷം അച്ഛൻ അവൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാം, അതുപോലെ നഗരത്തിലെ മികച്ച കോളേജിൽ ചേർക്കാമെന്ന് ഉറപ്പു നൽകുമ്പോൾ സഹോദരന്മാർ കളിയാക്കി ചിരിക്കുന്നു. എന്നാൽ ജീസു ആരോടും അത്ര നന്നായി സംസാരിക്കില്ല. മാത്രമല്ല സോമിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവൾക്ക് ചെറിയ ആശങ്കയുണ്ട്. സോമി വളരെ മോശമായി പെരുമാറുമെന്ന്. ശേഷം ജീസു അവളുടെ റൂമിലേക്ക് പോകുന്നു. ആ റൂം കാണുമ്പോൾ ജീസു അന്തം വിടുകയാണ്. കാരണം അത്രയും വിശാലമായ സ്പേസ് ഉണ്ട് ആ റൂമിൽ. ഈ കിടപ്പുമുറി ഈ വീടിൻ്റെ യഥാർത്ഥ മകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്. കുറെ നാളുകൾക്ക് ശേഷം അമ്മ സ്വന്തം മകളെ കണ്ട് സുഖവിവരം ചോദിക്കാനായി സ്നേഹം കാണിക്കുമ്പോൾ അതിനിടയിൽ സോമി അറിഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് അമ്മേ, കുടുംബത്തിലെ ഏക മകളില്ലാത്തതിനാൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഒരുങ്ങി ജീസസ് സ്കൂളിലേക്ക് പോകാനായിരിക്കുമ്പോൾ സ്വന്തം ചേട്ടൻ എടുത്തു വളർത്തിയ അനിയത്തി മാത്രമായിരിക്കും കാറിൽ കയറ്റി സ്കൂളിലേക്ക് വിടുക. അവളെ കണ്ടിട്ട് പോലും കാറിൽ കയറ്റില്ല. ഇവളും ഇനി ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും എന്ന് നിൽക്കുമ്പോൾ അവളുടെ അച്ഛനെ വിളിച്ച് ഒരു കാറ് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്തായിരിക്കും അവളുടെ നെയ്ബറായ സോങ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോ അവളെ കാറിൽ കയറ്റി സ്കൂളിൽ വിടുന്നു. അവൾ ഹീറോയെ അവഗണിക്കുകയും ചെയ്തില്ല. സ്കൂളിൽ വിടുമ്പോൾ അവൻ അടുത്ത തവണ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജോലിക്കാരോട് ചോദിച്ചാൽ മതി, ഞാൻ തിരക്കിലായിരിക്കും എന്ന് പറയുന്നു. ശേഷം ജീസു സ്കൂളിലെ പ്രിൻസിപ്പലിനെ നേരിട്ട് കാണുന്നു. പ്രിൻസിപ്പൽ സ്കൂളിലെ നിയമങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അവൾ ക്ലാസ് റൂമിലെത്തി എല്ലാവരെയും പരിചയപ്പെടുമ്പോൾ മറ്റു കുട്ടികൾ അവൾ ഈ സ്കൂളിലല്ല എന്നാണ്.
അവൾ മുമ്പ് പഴയ സ്കൂളിലായിരുന്നു. അവൾ ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ആരും അവൾ സീറ്റൊന്നും കൊടുക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞ് ടീച്ചർ പിള്ളേരോട് USC പ്രവേശന പരീക്ഷയ്ക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്ന ഒരു ചോയ്സിംഗ് പരീക്ഷ ഉണ്ടായിരിക്കും. അത് കേട്ടതും ജീസു USC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. എന്നാൽ ഇക്കാര്യം ഇവിടെ വീട്ടിൽ ഇതിനകം തന്നെ വാർത്ത ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സോമിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് അവൾ തന്ത്രമായി മെനയുകയും ആസൂത്രണം ചെയ്യുന്നു. സ്കൂളിൽ ഒരു ഗോൾഡൻ ടെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സോമി ജീസിനോട് ചോദിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് പഠിക്കാൻ വന്ന നിനക്ക് സിലബസ് ഒന്നും നിനക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? എന്തെങ്കിലും സഹായം ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കാൻ ആരുടെയും സഹായം വേണ്ടെന്ന് പറയുകയാണ്. ജീസുൻ്റെ അമ്മ ജീസുൻ്റെ മുന്നിൽ സോമിയെ വളരെയധികം പ്രശംസിക്കുകയാണ്. അവൾക്ക് നല്ല സ്കോറുണ്ട്. അപ്പോൾ സോമിയുടെ സഹായം തേടാമെന്ന് അമ്മ പറയുമ്പോൾ ജീസു ഒന്നും തന്നെ മിണ്ടിയില്ല. പിറ്റേന്ന് ജീസു സോമിയുടെ കൂടെ കാറിലായിരിക്കും സ്കൂളിൽ പോവുക. ജീസുൻ്റെ കയ്യിൽ പുസ്തകം കണ്ടതിനാൽ ഇളയ സഹോദരൻ 24 മണിക്കൂറും പുസ്തകം വായിച്ചുകൊണ്ട് ആരും പഠിപ്പിയാകില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ എപ്പോഴും പിന്നിലായിരിക്കും. അവർക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ചോ മറ്റെന്തിനും കുറിച്ചോ അറിയില്ലെന്ന് പറയുമ്പോൾ ജീസു വലിയ കാര്യമാക്കാതെ അവൾ പുസ്തകം വായിച്ചു തുടർന്നേയിരുന്നു. അന്ന് സ്കൂളിൽ പരീക്ഷ നടന്നു. നല്ല സ്കോർ നേടണമെന്ന പ്രതീക്ഷയിൽ എക്സാം എഴുതി അവളായിരിക്കും ആദ്യം പുറത്തേക്ക് പോയത്. അടുത്ത ദിവസം ജീസു ചെവിയിൽ എയർബാഡുകൾ ഇട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ബിസിനസ്സിനെക്കുറിച്ചും പരീക്ഷകളെക്കുറിച്ചുമാണ്. സൗമ്യയോട് പരീക്ഷകളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയാണ് ചേട്ടന്മാർ. സൗമ്യയോട് അവൾ പരീക്ഷയിൽ നന്നായി മാർക്ക് നേടിയാൽ വില കൂടിയ ബാഗുകൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഹാപ്പിയാക്കുകയാണ്. എന്നാൽ ഇവൾ ഇതൊന്നും അത്ര വലിയ കാര്യമാക്കാതെ അവളുടെ ജോലി നോക്കിയിരിക്കുന്നു. ശേഷം ജീസു അവളുടെ റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അവളുടെ അച്ഛൻ കടന്നു വന്ന് കുടുംബവുമായി പൊരുത്തപ്പെടാൻ നിനക്ക് സമയമെടുക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴും മറ്റുള്ളവർ നിന്നെ താഴ്ത്തിക്കെട്ടുന്നത് കൊണ്ട് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല. ക്ഷമ പറഞ്ഞ് അവളുടെ മുത്തശ്ശിയുടെ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നു. പക്ഷേ അവൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മുത്തശ്ശിയുടെ അവസാനത്തെ ഓർമ്മയാണിത്. നിനക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്കിത് വേണ്ടെന്ന് വെക്കാം. എന്തായാലും നീ എൻ്റെ മകളാണ്. നിനക്ക് വേണ്ടി എനിക്ക് ഇത്രയധികം ചെയ്യാൻ കഴിയുമെന്ന് അച്ഛൻ പറയുമ്പോൾ അവൾ ഇവിടെ വന്നത് അത്യാഗ്രഹം കൊണ്ടല്ല, മികച്ച യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷ എഴുതണം എന്ന് മാത്രം. അതിൽ വിജയിച്ചാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ബ്രേസ്ലെറ്റ് തിരികെ നൽകി. എന്നിരുന്നാലും മകളുടെ നല്ല ഭാവിക്കായി അച്ഛൻ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു നൽകി. ശേഷം അച്ഛൻ അവളുടെ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടേക്ക് ചേട്ടന്മാരും സോമ്യമെത്തി. കുടുംബവുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് സമയമെടുക്കും. ഇവിടെ ജീസുവിന് USID അവളുടെ പേരുമെല്ലാം വന്നിരിക്കുകയാണ്. അത് കണ്ടവൾക്ക് ഒരുപാട് ഹാപ്പി ആവുകയും കിടന്ന് ഉറങ്ങുമ്പോൾ പഴയ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു കോൾ വരുന്നു. അവരുമായി സംസാരിച്ചത് അവൾക്ക് പണ്ടത്തെ ജീവിതമാണ് നല്ലത്. പഴയ സുഹൃത്തുക്കളെ ഓർത്ത് വിഷമിക്കുന്നു. അവൾക്കാണെങ്കിൽ ഒരു ദൃഢനിശ്ചയമുണ്ട്. പ്രവേശന പരീക്ഷ പാസ്സാകണം. അതുകൊണ്ട് അവൾ നേരെ ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് പോകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പരീക്ഷാഫലങ്ങൾ നോക്കുമ്പോൾ ജീസുവിനായിരിക്കും സ്കോർ ലഭിച്ചത്. അവളെ പുച്ഛിച്ചു കണ്ട എല്ലാ പിള്ളേരും അവളുമായി കൂട്ടുകൂടി. വിവരമറിഞ്ഞ പ്രിൻസിപ്പൽ അവളെ പ്രശംസിക്കാനായി ക്ലാസ്സിലെത്തി. ഇവിടെ സോമി ജീസുനാണ് ക്ലാസ്സിൽ നടത്തിയ പരീക്ഷയിൽ കൂടുതൽ സ്കോർ വാങ്ങിച്ച കാര്യം അറിയുകയും അവൾക്ക് ദേഷ്യമായി. ഇനി ചേട്ടന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടുമെന്നോർത്ത് അതൊരിക്കലും അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മാർക്ക് വന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് അമ്മയുടെ ഓടിവരവ് കണ്ടതും സോമി ജീസുനെ തള്ളിമാറ്റി അമ്മയെ അവളിൽ നിന്ന് അടുക്കാതിരിക്കാനായി ശ്രമിച്ചു. എന്നാൽ സോമി പറഞ്ഞു വെച്ചിരുന്നത് സോമിയാണ് കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് എന്നാണ്. അതിൻ്റെ ആഘോഷത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും അമ്മ ഒരുക്കി വെച്ചത്. എന്നാൽ ഫുഡ് കഴിക്കാൻ ജീസു വന്നില്ല. അവളെയും വിളിക്കാനായി അമ്മ സോമിയാണ് വിടുന്നത്. കുരുട്ടുബുദ്ധിയുള്ള സോമി ജീസുവിനോട് വീട്ടിലുള്ളവർക്ക് വെറുപ്പുണ്ടാക്കാനായിട്ട് അവളുമായി തർക്കമുണ്ടാക്കി. അവിടെയെങ്ങും CCTV ക്യാമറ ഇല്ലാത്തതിനാൽ ഇവൾ മനഃപൂർവ്വം സ്റ്റെയർകേസിന് താഴെ വീഴുന്നു. സോമിയുടെ സൗണ്ട് കേട്ട് വന്നവർ കാണുന്നത് ജീസു സോമി തള്ളിയിട്ടതായി കരുതി ജീസുവിനെ ചീത്ത പറയുകയാണ്. ഇവളും ജീസു ആണ് തള്ളിയിട്ടെന്ന് പറഞ്ഞ് കള്ളം പറയുകയും അവളുടെ നെറ്റിൽ ചോര വന്നതിനാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇവൾ എത്രയൊക്കെ പറയാനായിട്ട് ശ്രമിച്ചെങ്കിലും ആരും ഇവളെ വിശ്വസിച്ചില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അത് അവളുടെ നാടകമാണെന്ന് ജീസുന് നല്ലോണം അറിയാം. ഇവൾ താഴേക്ക് വന്ന് മേശപ്പുറത്ത് ഒരുപാട് രുചികരമായ ഭക്ഷണം കണ്ട് ഭ്രാന്തമായി ഓരോന്ന് കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഹോസ്പിറ്റലിൽ സോമി വളരെ പേടിക്കുന്ന രീതിയിലായിരിക്കും അഭിനയിക്കുക. അവളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്.
ഇതെല്ലാം ജീസു ആണ് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ ചേട്ടന്മാർക്കും അമ്മയ്ക്കും ദേഷ്യം കൂടി. കാരണം സോമി അവരുടെ പുന്നാര മോളാണല്ലോ. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ജീസുനെയാണ് കാണുന്നത്. അവൾ ഫുഡ് കഴിക്കാനായി വന്നതും ഇന്ന് അത്താഴത്തിന് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. കാരണം കുടുംബത്തിലെ മറ്റുള്ളവർ ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അനുവദിയമല്ല. ജീസുന് നേരത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ മാനസികാരോഗ്യത്തെയും പഠനത്തിൽ ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പാചകം ചെയ്യാനായിട്ട് അവർക്ക് മുകളിൽ നിന്ന് അനുവാദം കിട്ടാത്തതിനാൽ ജീസു അടുക്കളയിൽ കയറി ഫുഡുണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ അടുക്കളയിൽ കയറിയതും അവൾക്ക് ഉണ്ടാക്കാനേ അറിയില്ല. ഒഴിഞ്ഞ വയറുമായിട്ടായിരിക്കും അവൾ സ്കൂളിൽ പോയത്. അന്നേരം അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഹീറോ വരികയാണ്. ഇന്ന് അവൾക്ക് ഫുഡ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ അവൾക്ക് ഫുഡായിട്ടായിരിക്കും എത്തിയത്. ആ ഫുഡ് കിട്ടിയതും അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും അവൾക്ക് ഗ്രാമത്തിൽ ഇതേപോലുള്ള ഭക്ഷണം മുമ്പ് ലഭിച്ചിരുന്നെന്നും ഇവിടെ ഇതേപോലെയൊന്നും എനിക്ക് ലഭിക്കാറില്ല. ശേഷം ഹീറോ സോമി എങ്ങനെ അവളെ കുടിക്കിയ കാര്യം ചോദിച്ചു. കുടുംബാംഗങ്ങളുമായി മുന്നിൽ വെച്ച് തന്നെ അവളെ മോശക്കാരിയാക്കി സൃഷ്ടിക്കാനാണ്. ആരും തന്നെ വിശ്വസിച്ചില്ല. എന്തായാലും ഇതൊന്നും തനിക്ക് പ്രശ്നമല്ല, പ്രവേശന പരീക്ഷയാണ് മുഖ്യം. ഇവിടെ സോമി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ചേട്ടന്മാർ അവൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ചതിന് സെലിബ്രേറ്റ് ചെയ്യാനായി നിൽക്കുമ്പോൾ ഹീറോയും ജീസും ഒരുമിച്ച് വരുന്നത് കണ്ട് സോമിക്ക് അസൂയ തോന്നുകയും ഉടനെ ഹീറോയോട് മിണ്ടാൻ പോയെങ്കിലും ഹീറോ അവളെ മൈൻഡ് പോലും ആക്കാതെ ജീസിനെ യാത്ര അയച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ജീസിൻ്റെ പാരൻസ് സോമി ജയിച്ചെന്ന കള്ളം പറഞ്ഞതിന് പാർട്ടി നടത്തുകയാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് നെയ്ബറായ ഹീറോയുടെ ഫാമിലിയെ വിളിച്ചിട്ടുണ്ട്. ഹീറോ നേരെ ചെന്ന് ഇരിക്കുന്നത് ജീസുൻ്റെ അടുത്താണ്. പക്ഷേ ഇത് സോമിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ജീസുന് നല്ല വിഷമമുണ്ട്. അവർക്ക് കിട്ടിയ മാർക്ക് ആരെയും അറിയിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവളെ അവഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അച്ഛനാണെങ്കിൽ സോമിയെ ഒരുപാട് പുകഴ്ത്തിയും എല്ലാവരുടെ മുന്നിൽ പ്രശംസിച്ചു. എന്നാൽ ഹീറോ ജീസുനെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക. ആ സമയത്ത് ജീസുൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളിൽ നിന്ന് കോള് വരുന്നു. അച്ഛൻ സ്പീക്കറിലായിരിക്കും വെക്കുക. സോമിക്ക് ടെൻഷനായി. കോൾ എടുത്തതും പ്രിൻസിപ്പൽ, ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഇതുവരെ 700-ന് മുകളിൽ സ്കോർ ആർക്കും ലഭിച്ചിട്ടില്ല. ജീസു ഞങ്ങളുടെ സ്കൂളിന് ബഹുമതി കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ട് എല്ലാവരും ഷോക്കായി. ജീസു ആണെങ്കിൽ പറയാനിരുന്നത് ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞത് കൊണ്ട് അവൾക്ക് സമാധാനമാവുകയും ഫുഡെല്ലാം കഴിക്കുന്നു. എന്നാൽ ചേട്ടന്മാർ പറയുന്നത് അവൾ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടായിരിക്കും സ്കോർ വാങ്ങിച്ചിരിക്കുക. എന്നാൽ അപ്പോഴും സോമി സിമ്പതി പിടിച്ച് വാങ്ങാനായി വൈൻ ബോട്ടിലെടുത്ത് ജീസിൻ്റെ മേൽ നീട്ടി. എന്നാൽ അവളുടെ കൈ അബദ്ധവച്ച മുട്ടിയതും കുപ്പി താഴെ വീണ് പൊട്ടുമ്പോൾ സഹോദരന്റെ മുഖത്തായിരിക്കും ചില്ല് തെറിച്ച് വീഴുക. എല്ലാവരും ജീസുനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. സോമിയാണ് തെറ്റുകാരൻ. പക്ഷെ അവളെ ആരും ചീത്ത പറയില്ല. എല്ലാവരും ജീസുനെ കുറ്റപ്പെടുത്തുന്നതിനാൽ ജീസു ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് ബുക്ക് വായിച്ചു. ശേഷം ഹീറോയുടെ പാരൻസ് പോകുന്നതിന് മുന്നേ ജീസുന് ഒരു ലെറ്റർ കൊടുത്തിട്ടായിരിക്കും പോവുക. ജീസുൻ്റെ അച്ഛൻ വന്ന് ഇത്രയും അത്ഭുതകരവും അതിശക്തവുമായ ഒരു മകളെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. നീ എന്നും ഞങ്ങളുടെ മകളായിരിക്കും. പക്ഷെ ജീസുന് വളരെ ദേഷ്യത്തോടെ അച്ഛനോട് പെരുമാറി. സോമി ഇതെല്ലാം നിശബ്ദമായി മാറി നിന്ന് കേൾക്കുന്നുണ്ടായി. ജീസു തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബട്ട്ലർ അവളെ തടയുമ്പോൾ, എൻ്റെ ജീവിതം തീരുമാനിക്കാൻ കഴിയാൻ എനിക്ക് നല്ലോണം അറിയാം. വീട്ടുജോലിക്കാർ പോലും എന്നെ ഒരു ഗ്രാമീണ വിഡ്ഢിയെപ്പോലെ പുച്ഛത്തോടെയാണ് പെരുമാറുന്നത്. ഇതാണോ ഈ കുടുംബത്തിലെ മകളോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞ് അവൾ ഡോർമെറ്ററിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ചു കൊണ്ട് തന്നെ കരയുമ്പോൾ അപ്പോഴേക്കും അമ്മ അവിടെ വരുമ്പോൾ, ജീസു, ഈ ബട്ട്ലർ എന്നോട് മോശമായി സംസാരിച്ച് അമ്മ, ഞാൻ ഡോർമെറ്റിലേക്ക് പോവുകയാണ്. എനിക്ക് പോക്കറ്റ് മണി സമ്പാദിക്കാനും എൻ്റെ ചിലവുകൾ നടത്താനും കഴിയുമെന്ന് പറയുമ്പോൾ, അമ്മ, നിങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ലഭിക്കും. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ ഡോർമെറ്റിലേക്ക് പോയി. ഡോർമെറ്റിലേക്ക് എത്തിയത് ഫ്രണ്ട്സിനെ കണ്ട് അവൾക്ക് അതിയായ സന്തോഷമായി. എന്നിട്ട് അവരോട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായി പറഞ്ഞു. അതുകൊണ്ട് എല്ലാ റൂംമേറ്റ്സുകളും രാവിലെ 5 മണിക്ക് വിളിച്ചുണർത്തി പഠിക്കാനായി തുടങ്ങി. ചിലർക്കാണെങ്കിൽ മടിയായി ആയതുകൊണ്ട് തന്നെ ജീസ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ബാഗ് പാക്ക് ചെയ്ത് അവർ വീട്ടിലേക്ക് ഓടി. അപ്പോഴേക്കും അവൾക്ക് അവളുടെ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ഒരു കോള് വരുന്നു. അവളോട് വീട്ടിലേക്ക് വരാനായി പറഞ്ഞു. പക്ഷെ ജീസു വീട്ടിലേക്ക് വരാനായി വിസമ്മതിക്കുകയാണ്. ജീസുനോട് നല്ല മാർക്ക് വാങ്ങാനായിട്ട് അമ്മ പറയുമ്പോൾ അച്ഛൻ ഫോൺ വാങ്ങിച്ച്, നീ വീട്ടിൽ വന്നില്ലെങ്കിൽ എന്നെക്കാൾ മോശമായി ആരുമുണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൾ കോള് കട്ടാക്കി. പിന്നീട് അവൾ പഠിക്കാൻ നേരത്ത് അവിടെ അച്ഛനും അമ്മയും വരികയും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ അവഗണിക്കുകയാണ്. അന്നേരം പ്രിൻസിപ്പൽ വരുന്നത് കണ്ട് ഇവൾ അഭിനയിച്ച്, എനിക്ക് വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ തുടരാനാണ് ഇഷ്ടം.
പ്രിൻസിപ്പൾ വന്ന് ഇവൾ കഴിവുള്ളവളാണ്, ഇവൾ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കും എന്ന് പറഞ്ഞതിനാൽ മാതാപിതാക്കൾക്ക് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തിയതും അച്ഛന് ഭയങ്കര ദേഷ്യമാണ്. അവൾ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തീന്. അപ്പോൾ അവിടേക്ക് സൗമ്യ വരികയും അവളോട് നാളെ ജീസുവിന് വേണ്ടി ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം, നീ അവളുമായി കൂട്ടുകൂടണം എന്ന് പറയുന്നു. ഇവളും ക്ലാസ് റൂമിൽ ഫുഡ് കൊണ്ടുവരുമ്പോൾ അവളുടെ മേലെറിയുകയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ ജീസുവിൻ്റെ ഫ്രണ്ട്സ് അവളെ നാണം കെടുത്തുന്ന രീതിയിലായിരിക്കും അവൾ അവിടുന്ന് ഓടിക്കുക. ശേഷം അവൾ പഠിക്കാൻ നേരത്ത് അവളുടെ അമ്മ വിളിച്ച് അവളുടെ പഠനങ്ങളെക്കുറിച്ചും ഭക്ഷണം നല്ലതായിരുന്നെന്ന് ചോദിച്ചു. അവളും ദേഷ്യം കൊണ്ട് കോൾ കട്ടാക്കിയതും പിന്നാലെ അവളുടെ അമ്മ പോക്കറ്റ് മണിയായി കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. ശേഷം അവളുടെ ഒറ്റ ബാല്യ സുഹൃത്ത് വിളിക്കുകയാണ്. അവളെ ഒരു അമ്മയെപ്പോലെയാണ് വളർത്തിയത്. അവളെ കണ്ടതും ജീസുന് അതിയായ സന്തോഷമാണ്. ജീസുന് ഇഷ്ടമുള്ള ഫുഡായിട്ടായിരിക്കും ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ടിനൊപ്പം നിൽക്കാനായിട്ട് അവൾ ഡ്രസ്സ് എടുക്കാനായി വരുമ്പോൾ അവിടെ സോമിനെ കാണുന്നു. സോമി കരുതിയിരിക്കുന്നത് ജീസു അകത്താണെന്ന. സോ പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ റൂം പൂട്ടിയിടും. ജീസു ഇത് കണ്ടോടെ രക്ഷയായി. അതുകൊണ്ട് ഇവൾ മനഃപൂർവ്വം അവളെ കാണിക്ക് റൂമിൽ കയറുന്നു. ഇവളും ഇതെങ്ങനെ ഇവൾ അകത്തേക്ക് കയറി എന്ന് ചിന്തിച്ച് റൂമിൽ കയറുന്നു. പക്ഷെ റൂമിൽ കയറുമ്പോൾ ആരും അവിടെ ഉണ്ടാകില്ല. എന്നാൽ ജീസു അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായി. വേഗം തന്നെ ജീസു വാതിൽ പൂട്ടിയോടി. സോമി വാതിൽ തുറക്കാൻ വേണ്ടി നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ജീസു വാതിൽ തുറന്നതേയില്ല. ശേഷം അവളുടെ കോളേജിലെ പ്രവേശന പരീക്ഷയ്ക്ക് 3 ദിവസം മുന്നേ അവിടെ വീട്ടിലേക്ക് വരികയാണ്. അതും ഐഡി എടുക്കാനായി. എന്തായാലും അവൾ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വേസ്റ്റ് ബിന്നിലായിരിക്കും ഇടുക എന്ന് മനസ്സിലാക്കിയവൾ പുറത്തുള്ള വേസ്റ്റ് ബിന്നിൽ തപ്പിയെടുക്കുന്നു. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം ഡേ എത്തി. കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പോൾ അവൾക്ക് പഠിച്ചതെല്ലാം വന്നിരിക്കുന്നു. അവൾ വേഗത്തിൽ പേപ്പറെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ സുഹൃത്ത് അവൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടായി. കൂടെ 2 സുഹൃത്ത് കൂടി അവിടെയുണ്ട്. ഇവരുടെ വീട്ടിൽ അവൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. സോമിനോട് അവളോട് ഇവിടെ ചെറിയ പാർട്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളെന്നെ ശകാരിച്ചു പറഞ്ഞയച്ചു എന്നായിരിക്കും പറയുക. ദേഷ്യം വന്ന അച്ഛൻ അവൾ ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവരാഘോഷിക്കുന്നു. ഇവിടെ ജീസു അതിരാവിലെ എഴുന്നേറ്റ് ഗ്രാമത്തിലെ കുട്ടികളോടൊപ്പം ആണ് ആഘോഷിക്കുന്നത്. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ സോമി വീട്ടുകാരുടെ ഒപ്പമുള്ള ഫോട്ടോസ് എല്ലാം അവൾക്ക് അയച്ചിരിക്കുന്നു. ഇവളും ഒന്ന് അറിയാത്ത പോലെ രാജകുമാരിയെ പോലെ ഉണ്ടല്ലെന്ന് കളിയാക്കി പറയുകയാണ്. ഇന്നാണ് യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് വരുന്നത്. നോക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒന്നാമതാണ്. ഇവിടെ സോമി പാസ്സായി. അച്ഛനാണെങ്കിൽ ജീസുവിൻ്റെ കൂടി റിസൾട്ട് അറിയണം എന്നുണ്ടായി. സോ അവളെ വിളിക്കുമ്പോൾ അവളുടെ പരീക്ഷാ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണെന്നും റിസൾട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. സത്യത്തിൽ ഇവളുടെ മാർക്കാണ് കൂടുതൽ. അതിനാൽ മിക്ക ഇൻ്റർവ്യൂക്കാരും അവളെ ഇൻ്റർവ്യൂ ചെയ്യാനായി വരുന്നു. ഇൻ്റർവ്യൂ കണ്ട അച്ഛനും അമ്മയ്ക്കും ഹാപ്പിയായി. എന്നാൽ ഇവൾക്ക് അത്രമാത്രം ഹാപ്പിയായില്ല. ഇനി അവൾ വീട്ടിൽ വരില്ല എന്നറിഞ്ഞ അച്ഛൻ അവിടെ അടുത്തേക്ക് പോകാനായി പോകുമ്പോൾ സൗമ്യ അത് തടഞ്ഞ്, അമ്മേ അച്ഛ എന്തിനാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പെരുമാറുന്നതും, ഞാനൊന്നും ചെയ്യാത്ത പോലെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് ജീസിന്റെ മൊത്തം ഫാമിലിയും അവളെ കാണായി ഗ്രാമത്തിലെത്തി. അവർക്കിത് ആദ്യൊരു അനുഭവമാണല്ലോ. പൊടിയും ശല്യവും. ഈ സ്ഥലത്ത് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ ചോദിക്കുമ്പോൾ നിങ്ങൾ താമസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് ജീസ് പറയുന്നു. അങ്ങനെ പാർട്ടി നടക്കുന്നിടത്ത് റിപ്പോർട്ടർമാർസ് എല്ലാവരും ഉണ്ട്. അതിൽ അമ്മ നല്ല ഡ്രസ്സ് ഓർഡർ ചെയ്യാമെന്ന് പറയുമ്പോൾ ജീസു അത് വേണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ നടക്കുമ്പോൾ അവളുടെ ഡ്രസ്സ് കറ വന്നതിനാൽ അവളുടെ ഫാമിലി ആയിട്ടായിരിക്കും ആദ്യം ഇന്റർവ്യൂ നടത്തുക. എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ജീസുവിനെ കുറിച്ചുള്ള മാത്രം കേൾക്കാനാണ് ആഗ്രഹിച്ചത്. ജീസും ഒരു അത്ഭുതകരമായ പെൺകുട്ടിയാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ ബഹുമാനം കൊണ്ടുവരുമെന്ന് മാത്രമായിരിക്കും പറയുക. അത് കേട്ട് വന്നവൾ മാധ്യമങ്ങളോട്, ഞാൻ ജനിച്ചു വളർന്നത് ഈ അനാഥാലയത്തിലാണ്, ഞാനും ഒരു അനാഥയാണ്, ഗ്രാമത്തിലെ ആളുകളാണ് എന്നെ എപ്പോഴും പിന്തുണച്ചത് എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതെല്ലാം കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു. സ്വന്തം മകളെന്ന് പറയാത്തതിനാൽ ഈ വിഷയം എല്ലാവരും അറിയുകയും ജീസുവിന്റെ അച്ഛൻ പേര് കേട്ട കോടീശ്വരനായതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ വന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ഓരോ ചോദ്യങ്ങളുമായി അവർ ഉന്നയിച്ചു വന്നതിനാൽ വീടിന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അച്ഛൻ്റെ ബിസിനസ് തകർന്നു പോവുകയാണ്. ആരെയും കൊണ്ടും അച്ഛൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താനും കഴിഞ്ഞില്ല. അങ്ങനെ ജീസു പഠിച്ചപ്പോൾ കമ്പനിയുടെ സിഇഒമായി മാറി. പിന്നീട് അവൾ ജീസു ചില ഓഹരികൾ അവളുടെ അച്ഛന് വിട്ടുകൊടുക്കുന്നു, അതും അവളുടെ കമ്പനിയുമായി കോപ്പറേറ്റ് ചെയ്യാൻ. അങ്ങനെ ഹീറോ ജീസുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് അവൾ വേണ്ടെന്ന് വെക്കുന്നു. കാരണം ബിസിനസ് വളർത്തുക മാത്രമാണ് ഇപ്പോൾ അവളുടെ ലക്ഷ്യം. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.